ലേൺ വിത്ത് മീ നീത എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ബയോളജിയുടെ ചാപ്റ്റർ 3 സിമ്പിൾ ന്യൂട്രിയൻസ് ഇൻ ടു സെൽസ് എന്ന ചാപ്റ്ററിലെ പാർട്ട് 4 ആണ് എടുക്കാൻ പോകുന്നത്. ഏതാണ്? വർക്കിംഗ് ഓഫ് ദി ഹാർട്ട്. അതാണ് ആ ഭാഗം വരുന്നത്. നോക്കിയാലോ. ദ ഹാർട്ട് ബീറ്റ്സ് കണ്ടിന്യൂസ്ലി വിത്ത് എ റിതം. അതായത് ഹൃദയം എന്ത് ചെയ്യുന്നു? ഹാർട്ട് ബീറ്റ്സ് എന്ത് ചെയ്യുന്നു? താളാത്മകമായിട്ട് എന്ത് ചെയ്യുന്നു? ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, മിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിഷ്യേഷൻ ഓഫ് ദി കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ദി ഹാർട്ട് ആൻഡ് റെഗുലേഷൻ ഓഫ് ദി റേറ്റ് ഓഫ് ഹാർട്ട് ബീറ്റ്സ് ആർ കൺട്രോൾഡ് ബൈ സൈനോ ആർട്ടറിയൽ നോഡ്. അതായത് ഹൃദയത്തിൻ്റെ, നമ്മുടെ ഹാർട്ടിൻ്റെ കൺട്രാക്ഷനും റിലാക്സേഷനും എല്ലാം തുടക്കം കുറിക്കുന്നതും ഹാർട്ട് ബീറ്റ്സ് കൺട്രോൾ ചെയ്യുന്നതും ആരാണ്? സൈനോ ആർട്ടറിയൽ നോഡാണ്. എന്താണ് സംഭവം? നമ്മുടെ ഹാർട്ടിൻ്റെ കൺട്രാക്ഷനും റിലാക്സേഷനും എല്ലാം തുടക്കം കുറിക്കുന്നതും പിന്നെന്താണ്? ഹാർട്ട് ബീറ്റ്സ് കൺട്രോൾ ചെയ്യുന്നതും ആരാണ്? സൈനോ ആർട്ടറിയൽ നോഡാണ്. ഇത് എവിടെയാണ് കാണപ്പെടുന്നതെന്നാണ് പറയുന്നത്? ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദി റൈറ്റ് ഏട്രിയൽ വോൾ. ഇതെവിടെയാണ്? വലത്തെ ഏട്രിയൽ ഭിത്തിയിലാണ് കാണപ്പെടുന്നത്. റൈറ്റ് ഏട്രിയൽ വോളിലാണ് കാണപ്പെടുന്നത്. ആസ് ഇറ്റ് ഫങ്ഷൻ ലൈക്ക് ഇലക്ട്രിക് സെൽ, ഇറ്റ് ഈസ് നോൺ ആസ് പേസ് മേക്കർ. ഇതെന്ത് ചെയ്യുന്നു? ഇതൊരു വൈദ്യുത സെല്ല് പോലെ പ്രവർത്തിക്കുന്നു. ഇതിനെ പറയുന്ന പേരെന്താണ്? ഫേസ് മേക്കർ എന്ന് പറയുന്നു. അപ്പം നമ്മൾ ആദ്യത്തെ പാരഗ്രാഫിൽ എന്താണ് പഠിച്ചത്? ഹൃദയം എന്ന് വെച്ചാൽ നിരന്തരമായിട്ട് എന്ത് ചെയ്യുന്നു? താളാത്മകമായി റിതമാറ്റിക് രീതിയിൽ ബീറ്റ് ചെയ്യുന്നു. ഹൃദയത്തിൻ്റെ, ഹാർട്ടിൻ്റെ കൺട്രാക്ഷനും റിലാക്സേഷനും എല്ലാം തുടക്കം കുറിക്കുന്നതും അതിൻ്റെ ബീറ്റ് കൺട്രോൾ ചെയ്യുന്നതും ആരാണ്? സൈനോ ഏട്രിയൽ നോഡാണ്. പിന്നെ ഇത് എവിടെയാണ് ഈ സൈനോ ഏട്രിയൽ നോഡ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ഇത് റൈറ്റ് ഏട്രിയൽ വാളിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് എങ്ങനെയാണ്? ഒരു വൈദ്യുത സെല്ല് പോലെ ഇത് പ്രവർത്തിക്കുന്നു. അതിനാൽ ഇതിനെ എന്തെന്ന് പറയുന്നു? ഫേസ് മേക്കർ എന്ന് പറയുന്നു. ഇനി അടുത്ത നമുക്ക് ഫേസ് മേക്കർ എന്ന് പറഞ്ഞല്ലോ. നമുക്കപ്പം ആർട്ടിഫിഷ്യൽ ഫേസ് മേക്കർ ഉണ്ട് അല്ലേ? ഈ ഫേസ് മേക്കർ എന്തെങ്കിലും തകരാറ് വന്നാൽ, നോർമലി നമ്മുടെ ശരീരത്തിലുള്ള ഈ ഫേസ് മേക്കറിന് എന്തെങ്കിലും തകരാറ് വന്നാൽ അതിന് നമ്മൾ എന്ത് ചെയ്യും? അത് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ വൈദ്യശാസ്ത്രത്തിൻ്റെ സഹായത്തോടെ എന്ത് ചെയ്യും? നമ്മൾ പുതിയ ആർട്ടിഫിഷ്യൽ ഫേസ് മേക്കർ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ്, ആരാണ് കണ്ടുപിടിച്ചത്, എന്താണത് എന്നുള്ളതാണ് അടുത്ത പാരഗ്രാഫിൽ. നോക്കിയേ. ദ ഫേസ് മേക്കർ ഹാസ് ടു ഫങ്ഷൻ പ്രോപ്പർലി ഫോർ ദി ഹാർട്ട് ടു ബീറ്റ് റിതമാറ്റിക്കലി. അതായത് ഹാർട്ട് ബീറ്റ്സ് ക്രമമായി നടക്കണമെങ്കിൽ ഫേസ് മേക്കർ എന്ത് ചെയ്യണം? ശരിയായിട്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതർവൈസ് ദ ഹാർട്ട് ബീറ്റ്സ് വിൽ ബിക്കം നോൺ റിതമാറ്റിക്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ഹാർട്ട് ബീറ്റ്സ് എന്ത് ചെയ്യുന്നു? നോൺ റിതമാറ്റിക് ആവും, ക്രമരഹിതമാകും. ദിസ് ക്യാൻ ബി ലൈഫ് ത്രിട്ടനിങ് ഇഫ് നോട്ട് റിസോൾവ്ഡ്. ഇത് പരിഹരിച്ചില്ലെങ്കിൽ എന്താണ്? ലൈഫിന് തന്നെ ഇതൊരു അപകടത്തിലാക്കും. However, nowadays it is not a problem. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇതൊരു പ്രോബ്ലം അല്ല. Medical science has made it possible to import the artificial pacemaker beneath the skin through surgery. അതായത് നമ്മുടെ ശസ്ത്രക്രിയയിലൂടെ, സർജറിയിലൂടെ ആർട്ടിഫിഷ്യൽ ഫേസ് മേക്കറിനെ നമ്മുടെ സ്കിന്നിൻ്റെ അടിയിൽ ഉറപ്പിക്കുവാനായിട്ട് ഇന്ന് മെഡിക്കൽ സയൻസിന് കഴിയുന്നുണ്ട്. എങ്ങനെയാണ്? അപ്പോൾ ആർട്ടിഫിഷ്യൽ ഫേസ് മേക്കർ എങ്ങനെയാണ് ചെയ്യുന്നത്? അത് സർജറിയുടെ സഹായത്തോടെ നമ്മുടെ സ്കിന്നിൻ്റെ അടിയിൽ ആർട്ടിഫിഷ്യൽ ഫേസ് മേക്കർ എന്ത് ചെയ്യുന്നു? ഉറപ്പിക്കുന്നു. മെഡിക്കൽ സയൻസ് ഹാസ് മെയ്ഡ് പോസിബിൾ ടു ഇംപ്ലാന്റ് ദി ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ ബിനീത്ത് ദി സ്കിൻ ത്രൂ സർജറി. ദ ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ ഹാസ് 2 പാർട്സ്. ആർട്ടിഫിഷ്യൽ പേസ് മേക്കറിന് 2 ഭാഗങ്ങളുണ്ട്. ദ ഫസ്റ്റ് പാർട്ട് ഈസ് ദി പൾസ് ജനറേറ്റർ. ആദ്യത്തെ ഏത് ഭാഗമാണ്? പൾസ് ജനറേറ്റർ ആണ്. രണ്ടാമത്തതോ? ദ സെക്കൻഡ് പാർട്ട് ഈസ് ദി മെക്കാനിസം വിച്ച് ട്രാൻസ്മിറ്റ് ഇലക്ട്രിക് സിഗ്നൽസ് ഫ്രം ദി ഫസ്റ്റ് പാർട്ട് ടു ദി ഹാർട്ട്. എന്ന് വെച്ചാൽ രണ്ടാമത്തെ ഭാഗമെന്ന് വെച്ചാൽ ഇവിടെ എന്താണ് നടക്കുന്നത്? ഈ പൾസ് ജനറേറ്ററിലുള്ള ഇലക്ട്രിക് സിഗ്നൽസിനെ ഹാർട്ടിലെത്തുവാനുള്ള സംവിധാനമാണ് രണ്ടാമത്തെ. ഒന്നാമത്തെ, അതായത് ആർട്ടിഫിഷ്യൽ ഫേസ് മേക്കറിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗം ഏതാണ്? പൾസ് ജനറേറ്ററും. രണ്ടാമത്തെ വരുന്നത് എന്താണ്? ഈ അതായത് ഇലക്ട്രിക് സിഗ്നലുകളെ എവിടെ എത്തിക്കുന്നു? ഹാർട്ടിലോട്ട് എത്തിക്കാനുള്ള സംവിധാനവുമാണ് രണ്ടാമത്തെ ഭാഗത്തിൽ വരുന്നത്. ഇനി അടുത്തത് നോക്കിയേ. ആരാണ് കണ്ടുപിടിച്ചതെന്നാണ് പറയുന്നത്. ആരാണ്? വിൽസൺ ഗ്രേറ്റ് ബാച്ച്. An American electrical engineer was the one behind the invention of this equipment.
വിൽസൺ ഗ്രേറ്റ് ബാച്ച് എന്ന അമേരിക്കൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ് എന്തിന് ഈ ഉപകരണത്തിൻ്റെ കണ്ടെത്തലിന് പിന്നിൽ. ആർട്ടിഫിഷ്യൽ ഫേസ് മേക്കർ സർജറീസ് ഹാവ് ബീൻ കണ്ടക്റ്റഡ് സിൻസ് 1960. 1960 മുതൽ ആർട്ടിഫിഷ്യൽ ഫേസ് മേക്കറിൻ്റെ സർജറി നടന്നു പോകുന്നു. ഇത്രയാണ് ഈ ആർട്ടിഫിഷ്യൽ ഫേസ് മേക്കറിനകത്ത് പഠിക്കാനുള്ളത്. ഇനിയിപ്പം നമുക്ക് അടുത്തത് നോക്കാം. എന്താണ് അടുത്തത് നോക്കിയേ. Complete the illustration based on the hints, analyze it and prepare notes the function of heart in the science diary. അടുത്തതാണ് നമ്മൾ ഫങ്ഷൻ ഓഫ് ഹെർട്ട് പഠിക്കാൻ പോകുന്നത്. അത് നമ്മൾ സയൻസ് ഡയറിയിൽ ഈ ചാർട്ട് നോക്കിയിട്ട് സയൻസ് ഡയറിയിൽ എഴുതാനായിട്ടാണ് പറയുന്നത്. നോക്കിയേ എന്തൊക്കെയുണ്ട് അതിനകത്തുനിന്ന് നോക്കിയേ. വീന കാവേ, പൾമണറി വെയിൻസ്, പിന്നെന്തൊക്കെയുണ്ട്, പിന്നെ ലെഫ്റ്റ് വെൻട്രിക്കിൾ തന്നിട്ടുണ്ട്, അയോർട്ട തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് വീനക്കാവയെന്ന് തൊട്ട് തുടങ്ങാം അല്ല, എങ്ങനെയാണ് ഒരു ഹാർട്ട് ഫങ്ഷൻ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. അതായത് നമ്മുടെ ശരീരത്തിലുണ്ടല്ലോ, നമ്മുടെ ബോഡിയിൽ ഓരോ ആക്ടിവിറ്റി, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഓരോ ആക്ടിവിറ്റി കാരണം എന്തുണ്ടാവുന്നു, നമ്മുടെ സെല്ലിനകത്ത് എന്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, എന്തുണ്ടാവുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എവിടെ എത്തുക, ബ്ലഡിൽ എത്തുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന ഈ ബ്ലഡിലെത്തുമ്പം ആ ബ്ലഡിൽ കാർബൺ ഡൈ ഓക്സൈഡ് കലർന്നിട്ടുണ്ടാവുമല്ലോ. ഈ കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന ബ്ലഡ് എവിടെ, സുപ്പീരിയർ വീനക്കാവ, ഇൻഫീരിയർ വീനക്കാവ എന്നിവ കൊണ്ടുവരുന്നു. എന്താണ്, നമ്മുടെ ശരീരത്തിലെ ഓരോ ആക്ടിവിറ്റീസിന് ശേഷം എന്ത് പറ്റുന്നു, അത് കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കുന്നു. സെല്ലിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എവിടെ കലരുന്നു, ബ്ലഡിൽ കലരുന്നു. അപ്പോൾ അതെന്ത് ബ്ലഡായി, ഡീഓക്സിജനേറ്റഡ് ബ്ലഡായി അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന ബ്ലഡായതുകൊണ്ട് അത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡായി. എന്നിട്ട് ഇത് സുപ്പീരിയർ വീനക്കാവയും ഇൻഫീരിയർ വീനക്കാവയും ഈ ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ കൊണ്ടുവരുന്ന കണ്ടോ, ബ്ലഡ് ഫ്രം ദി ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി ബോഡി വീനക്കാവേ. അപ്പോൾ സുപ്പീരിയർ വീനക്കാവയും ഇൻഫീരിയർ വീനക്കാവയും ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ കൊണ്ടുവരികയാണ്. എങ്ങോട്ട് കൊണ്ടുവരും, സുപ്പീരിയർ വീനക്കാവ, ഇൻഫീരിയർ വീനക്കാവ ബോഡിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബ്ലഡിനെ കളക്ട് ചെയ്ത് എങ്ങോട്ട് കൊണ്ടുവരുന്നു, റൈറ്റ് ആട്രിയത്തിലേക്ക് കൊണ്ടുവരുന്നു. റൈറ്റ് ആട്രിയത്തിലേക്ക് കൊണ്ടുവന്ന് തുറക്കുന്നു. അപ്പോൾ എന്താണ്, നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എങ്ങനെ ഓരോ ആക്ടിവിറ്റീസിന് ശേഷം നമ്മുടെ സെല്ലിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിൽ ലയിക്കുന്നു. ഈ ബ്ലഡിനെ സുപ്പീരിയർ വീനക്കാവ, ഇൻഫീരിയർ വീനക്കാവ എന്ത് ചെയ്യുന്നു, അത് കൊണ്ടുവരുന്നു. എന്നിട്ട് എങ്ങോട്ട് തുറക്കുന്നു, റൈറ്റ് ആട്രിയത്തിലേക്ക് തുറക്കുന്നു. എന്നിട്ട് റൈറ്റ് ആട്രിയം അന്നേരം എന്ത് പറ്റും, ഈ റൈറ്റ് ആട്രിയം എന്ത് ചെയ്യുന്നു, കൺട്രാക്ട് ചെയ്യുന്നു, ചുരുങ്ങുന്നു. അപ്പോൾ എന്ത് ചെയ്യും, നേരെ ഇങ്ങനെ താഴോട്ട് പോകും. നോക്കിയേ, ഇവിടെ എന്താണ്, നാലാമത്തെ ഭാഗത്ത് എന്താണ്, ഇവിടെ എന്താ വരേണ്ടത്, റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വരുന്നു. അപ്പോൾ എന്താണ്, ഇവിടുന്ന് വീനക്കാവയിൽ നിന്നും നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബ്ലഡിനെ എങ്ങോട്ട് കൊണ്ടുവരുന്നു, സുപ്പീരിയർ വീനക്കാവേ, ഇൻഫീരിയർ വീനക്കാവേ അതെങ്ങോട്ട് റൈറ്റ് ആട്രിയത്തിലേക്ക് തുറക്കുന്നു. ഈ റൈറ്റ് ആട്രിയത്തിൽ നിന്നും റൈറ്റ് ആട്രിയത്തിൽ കൺട്രാക്ഷൻ്റെ ഫലമായിട്ട് അതെങ്ങോട്ട് പോകുന്നു, റൈറ്റ് വെൻട്രിക്കിളിലോട്ട് പോകുന്നു. 4 എന്നുള്ള ഭാഗത്ത് റൈറ്റ് വെൻട്രിക്കിൾ എന്ന് എഴുതുക. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പോകുന്നു. എന്നാൽ ഈ റൈറ്റ് വെൻട്രിക്കിളിലെത്തിയ ഈ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് തിരിച്ച് റൈറ്റ് ആട്രിയത്തിലേക്ക് പോകാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലേ, ബാക്ക് ഫ്ലോ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അതിനെ തടയുന്നതിനായിട്ട് നമുക്കിവിടെ എന്തുണ്ട്, വാൽവുണ്ട്. ഏത് വാൽവാണ് അപ്പോൾ അവിടെ ഉള്ളത്, ട്രൈകസ്പിഡ് വാൽവാണ് അവിടെ ഉള്ളത്. 2ൻ്റെ അവിടെ ട്രൈകസ്പിഡ് വാൽവ് എന്ന് എഴുതണം. അപ്പോൾ ഈ ട്രൈകസ്പിഡ് വാൽവിൻ്റെ സഹായം മൂലം എന്ത് ചെയ്യുന്നു, ഈ ബ്ലഡ് തിരിച്ച് ബാക്ക് ഫ്ലോ ചെയ്യത്തില്ല, തിരിച്ച് റൈറ്റ് ആട്രിയത്തിലേക്ക് പോകത്തില്ല. അപ്പോൾ എവിടം വരെ എത്തി നമ്മളിപ്പം, ബ്ലഡും കൊണ്ട് ഡീഓക്സിജനേറ്റഡ് ബ്ലഡും കൊണ്ട് നമ്മൾ എവിടം വരെ വന്നു, റൈറ്റ് വെൻട്രിക്കിൾ വരെ വന്നു. ഇനി അവിടെ വെച്ച് ഇനി എന്താ നടക്കുക, ഇവിടെ വെച്ച് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ബ്ലഡ് തിരിച്ച് റൈറ്റ് ആട്രിയത്തിലേക്ക് പോകാതെ നമ്മൾ ട്രൈകസ്പിഡ് വാൽവ് വഴി സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ഇത് തിരിച്ച് ഇവിടെ പൾമണറി ആർട്ടറിയിലൂടെ ലങ്സിലേക്ക് എങ്ങോട്ട് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എത്തുന്നു. അപ്പോൾ എന്താണ്, ഇവിടുന്ന് നേരെ പൾമണറി ആർട്ടറി വഴി എങ്ങോട്ട് പോകുന്നു, ലങ്സിലേക്ക് ആരെത്തുന്നു, ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എത്തുന്നു.
അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മൾ ഈ 4 ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് മനസ്സിലായോ അത്? അതായത് നമ്മുടെ ശരീരത്തിലെ ഓരോ ആക്ടിവിറ്റിക്കും കാരണം എന്താണ്? ഓരോ ആക്ടിവിറ്റി മൂലം സെല്ലിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിലെത്തുന്നു. എന്നിട്ട് ഇത് ബ്ലഡിൽ കലരുന്നു. കലർന്നു കഴിഞ്ഞിട്ട് സുപ്പീരിയർ വീനക്കാവ, ഇൻഫീരിയർ വീനക്കാവ എന്നിവ ഈ ഡൈ ഓക്സൈഡ് ബ്ലഡിനെ കൊണ്ടുവരുന്നു. എങ്ങോട്ട് കൊണ്ടുവരുന്നു? റൈറ്റ് ആട്രിയത്തിലേക്ക് കൊണ്ടുവരുന്നു. റൈറ്റ് ആട്രിയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ റൈറ്റ് ആട്രിയം കൺട്രാക്ട് ചെയ്യുന്നു, ചുരുങ്ങുമ്പോഴത്തേക്ക് ഇതെങ്ങോട്ട് പോകും? ഇത് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകുന്നു. അപ്പോൾ ഈ റൈറ്റ് വെൻട്രിക്കിൾ എന്ത് ചെയ്യുന്നു? ചുരുങ്ങുന്നു. ഇങ്ങനെ ചുരുങ്ങി കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? ഇത് പൾമനറി ആർട്ടറിയിലേക്ക് പോകുന്നു. പൾമനറി ആർട്ടറിയിലൂടെ ലങ്സിലേക്ക് ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് പോകുന്നു എന്നാണ് പറഞ്ഞത്. ഇതിനകത്ത് ട്രൈകസ്പിഡ് വാൽവ് വരുന്നുണ്ട്. ട്രൈകസ്പിഡ് വാൽവ് എന്തിനാണ് അവിടെ ഉപയോഗിക്കുന്നത്? റൈറ്റ് വെൻട്രിക്കിളിൽ വരുന്ന ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് തിരിച്ച് ബാക്ക് ഫ്ലോ ചെയ്ത് റൈറ്റ് ആർട്ടറിയത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി അതിനൊരു വാൽവ് ഉണ്ട്. ഏതാണ്? ട്രൈകസ്പിഡ് വാൽവ്. അപ്പോൾ നമ്മൾ ബ്ലഡ് ടു ദി ലങ്സ് വരെ പഠിച്ചല്ലോ. അത് ലങ്സിലെത്തിയെന്ന് പഠിച്ചു. എവിടം വഴി? പൾമനറി ആർട്ടറിയിലൂടെ എന്ത് ചെയ്യുന്നു? ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ലങ്സിലെത്തി. ഈ ലങ്സിൽ വെച്ച് എന്ത് ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോകുന്നു. ഈ ലങ്സിൽ വെച്ച് എന്ത് ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോയിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു? ഓക്സിജൻ ശരീരത്തിലേക്ക് എത്തുന്നു. ലങ്സിൽ വെച്ച് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോകുന്നു, ഓക്സിജൻ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നു. അങ്ങനെ എത്തിയിട്ട് പൾമനറി വെയിനിലൂടെ ലെഫ്റ്റ് ആട്രിയത്തിൽ എത്തുന്നു. പൾമനറി വെയിനിലൂടെ ഏത് ബ്ലഡാണ് വരുന്നത്? ഓക്സിജനേറ്റഡ് ബ്ലഡാണ് നമ്മുടെ ലെഫ്റ്റ് ആട്രിയത്തിൽ എത്തുന്നത്. അപ്പം നീല കളറിൽ എന്തായിരുന്നു? ഡിയോക്സിനേറ്റഡ് ബ്ലഡും റെഡ് കാണിക്കുന്നത് എന്താണ്? ഓക്സിജനേറ്റഡ് ബ്ലഡുമാണ് അല്ലേ? നമ്മൾ ലങ്സിൽ കൊണ്ടുവന്ന കാർബൺ ഡൈ ഓക്സൈഡ് കളഞ്ഞില്ലേ? ലങ്സിൽ എത്തിയപ്പോഴത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോയില്ലേ? പിന്നെ നമ്മൾ ഓക്സിജൻ സ്വീകരിച്ചില്ലേ? ആ ഓക്സിജൻ കലർന്ന ബ്ലഡാണ് ഇനി വരുന്നത്. പൾമനറി വെയിൻ വഴി എവിടെ എത്തുന്നു? ലെഫ്റ്റ് ആട്രിയത്തിൽ എത്തുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ലെഫ്റ്റ് ആട്രിയം എന്ത് ചെയ്യുന്നു? കൺട്രാക്ട് ചെയ്യുന്നു. ബ്ലഡ് എങ്ങോട്ട് പോകുന്നു? ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പോകുന്നു. ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും അത് നേരെ ലെഫ്റ്റ് ആട്രിയത്തിലേക്ക് പോകാതിരിക്കാനായിട്ട് വാൽവുണ്ട്. അതിൻ്റെ പേരെന്നാണ്? ബൈകസ്പിഡ് വാൽവ്. ഏതാണ്? ബൈകസ്പിഡ് വാൽവ്. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ്? ലെഫ്റ്റ് വെൻട്രിക്കിളിലെത്തി അവിടെ നിന്ന് ഇതെന്ത് ചെയ്യുന്നു? നേരെ അയോട്ടയിലെത്തുന്നു. ഓക്സിജനേറ്റഡ് ബ്ലഡ് എവിടെ എത്തുന്നു? അവിടെ നിന്ന് അയോട്ടയിലെത്തുന്നു. എന്നിട്ട് പിന്നെന്താണ്? അത് നമ്മുടെ അയോട്ടയിൽ നിന്ന് നമ്മുടെ ശരീരത്തിൻ്റെ ബോഡിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ ബ്ലഡിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഇത്രയാണ് വർക്കിംഗ് ഓഫ് ഹേർട്ട് വരുന്നത്. ഒന്നുകൂടെ പറയാം. വർക്കിംഗ് ഓഫ് ഹേർട്ട് ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നോളൂ. അതായത് നമ്മുടെ ശരീരത്തിൽ ഓരോ ആക്ടിവിറ്റി കാരണം സെല്ലിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നു? ബ്ലഡിൽ ലയിക്കുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന ബ്ലഡിനെ സുപ്പീരിയർ വീനക്കാവ, ഇൻഫീരിയർ വീനക്കാവ ഉണ്ടല്ലോ, അത് കൊണ്ടുവരുന്നു. എന്ത് കലർന്ന ബ്ലഡാണ്? കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെയാണ് സുപ്പീരിയർ വീനക്കാവയും ഇൻഫീരിയർ വീനക്കാവയും കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? കൊണ്ടുവന്ന് കഴിയുമ്പം ഇത് എങ്ങോട്ടാണ് കൊണ്ടുവരുന്നത്? റൈറ്റ് ആട്രിയത്തിലോട്ടാണ് കൊണ്ടുവരുന്നത്. റൈറ്റ് ആട്രിയത്തിലോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പം ഈ റൈറ്റ് ആട്രിയം കൺട്രാക്ട് ചെയ്യും. ഈ ഡിയോക്സിനേറ്റഡ് ബ്ലഡ് എങ്ങോട്ട് പോകുന്നു? റൈറ്റ് വെൻട്രിക്കിളിലോട്ട് പോകുന്നു. ഈ റൈറ്റ് വെൻട്രിക്കിളിലോട്ട് പോകുമ്പോഴത്തേക്ക് റൈറ്റ് വെൻട്രിക്കിളിൽ എത്തിക്കഴിയുമ്പോൾ ഇത് വീണ്ടും തിരിച്ച് ബാക്ക് ഫ്ലോ ചെയ്യാനായിട്ട് പുറകോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് തടയാനായിട്ട് നമുക്ക് എന്തിൻ്റെ ഹെൽപ്പ് ഉണ്ട്? അവിടെ ഒരു വാൽവ് ഉണ്ട്. ആ വാൽവിൻ്റെ പേരെന്നാണ്? ട്രൈകസ്പിഡ് വാൽവ്. ആ ട്രൈകസ്പിഡ് വാൽവ് ഉള്ളതുകൊണ്ട് ഇത് തിരിച്ച് എവിടെ? റൈറ്റ് ആട്രിയത്തിലേക്ക് കയറാതെ ഈ ഡിയോക്സിനേറ്റഡ് ബ്ലഡ് റൈറ്റ് ആട്രിയത്തിലേക്ക് കയറാതെ തിരിച്ച് നേരെ തന്നെ ഒഴുകുന്നു. അങ്ങനെ അത് റൈറ്റ് വെൻട്രിക്കിളിലെത്തുന്നു. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും പിന്നെ എങ്ങോട്ടാണ് ഇത് പോകുന്നത്? റൈറ്റ് വെൻട്രിക്കിൾ എത്തിയിട്ട് റൈറ്റ് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്തിട്ട് ഇത് പൾമനറി ആർട്ടറിയിലേക്ക് പോകുന്നു. പൾമനറി ആർട്ടറിയിൽ നിന്നും എങ്ങോട്ട് പോകുന്നു? പൾമനറി ആർട്ടറിയിലൂടെ ലങ്സിലേക്ക് പോകുന്നു.
അത് കഴിഞ്ഞതിന് ശേഷം എന്താ സംഭവിക്കുക? ഈ ലങ്സിൽ വെച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ശരീരത്തിൻ്റെ പുറത്തു പോവുകയും നമ്മൾ ഓക്സിജൻ സ്വീകരിക്കുകയും ചെയ്യുന്നു അല്ലേ? റെസ്പിറേറ്ററി പ്രോസസ്സ് വഴി കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോവുകയും നമ്മൾ ഓക്സിജൻ സ്വീകരിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം പൾമിനറി വെയിനിലൂടെ ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ്, നമ്മൾ ഓക്സിജൻ സ്വീകരിച്ചല്ലോ, അപ്പം നമ്മുടെ ബ്ലഡ് എന്തായി? ഓക്സിജനുള്ള ബ്ലഡായി, ഓക്സിജനേറ്റഡ് ബ്ലഡായി. ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് ലെഫ്റ്റ് ആട്രിയത്തിലേക്ക് എത്തുന്നു. അപ്പം ചുമന്നയിലൊന്ന് ലെഫ്റ്റ് ആട്രിയം എന്നാണ് കൊടുക്കേണ്ടത്. ഈ ലെഫ്റ്റ് ആട്രിയത്തിൽ വന്നിട്ട് അവിടെ കൺട്രാക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക്, ലെഫ്റ്റ് ആട്രിയം കൺട്രാക്റ്റ് ചെയ്യുമ്പോൾ ഇത് എവിടെ എത്തുന്നു? ലെഫ്റ്റ് വെൻട്രിക്കിളിൽ എത്തുന്നു. ഇങ്ങനെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ എത്തുമ്പോഴത്തേക്ക് നേരത്തെ പോലെ തന്നെ ഇത് വീണ്ടും ബാക്ക് ഫ്ലോ ചെയ്യാനായിട്ട് ഇതുണ്ട്. അത് കാരണം അതിനെ തടയാൻ വേണ്ടി ഏത് വാൽവ് ഉണ്ട് അവിടെ? മൂന്നാമതായിട്ട് എഴുതിയിരിക്കുന്ന ബൈകസ്പിഡ് വാൽവ്. ബൈകസ്പിഡിൻ്റെ വാൽവ് ഉള്ളതുകൊണ്ട് ഇത് തിരിച്ച് എങ്ങോട്ട് കയറുന്നില്ല? ലെഫ്റ്റ് ആട്രിയത്തിലോട്ട് കയറുന്നില്ല. എന്നിട്ട് എവിടെ നിന്ന്? ലെഫ്റ്റ് ആട്രിയത്തിൽ നിന്ന് എവിടെ എത്തിയെന്ന് നമ്മൾ പഠിച്ച്? ലെഫ്റ്റ് വെൻട്രിക്കിളിൽ എത്തിയെന്ന് നമ്മൾ പഠിച്ചു. ഇനി ഈ ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ത് ചെയ്യുന്നു? കൺട്രാക്റ്റ് ചെയ്യുന്നു. കൺട്രാക്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ബ്ലഡ്, ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ത് ചെയ്യും? എവിടെ എത്തുന്നു? അയോർട്ടയിൽ എത്തുന്നു. ലെഫ്റ്റ് വെൻട്രിക്കിൾ കൺട്രാക്റ്റ് ചെയ്യുമ്പം ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് അയോർട്ടയിൽ എത്തി. അയോർട്ടയിൽ നിന്നും എന്ത് ചെയ്യുന്നു? നമ്മുടെ ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക് ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് നമ്മുടെ ബോഡിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. ഇതാണ് വർക്കിംഗ് ഓഫ് ദി ഹാർട്ട് വരുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് അയയ്ക്കുക. ഒരു പ്രാവശ്യം കൂടെ ഈ ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് അയയ്ക്കുക. ഇത് നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കാതിരിക്കുക. എന്നാലേ ഞാൻ വീഡിയോ ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് അന്നേരം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നവരെ ബൈ.